ഹലോ മക്കളെ! അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ ആദമിൻ്റെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദമിൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തു. പിന്നെ എൻ്റെ മോനെ കുളിപ്പിച്ച് റെഡിയാക്കി വെക്കുമ്പോഴത്തേന് റെഡിയായി വരുമ്പോഴത്തേന് ഞാൻ അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ അവനക്ക് ഫേവറേറ്റ് ആയ ചിക്കൻ പൊരിച്ചതുണ്ട് കേട്ടോ. അവന് സ്കൂളിലെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചോറും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. അവനക്ക് അതൊക്കെ തന്നെയാണ് ഇഷ്ടം. അവനക്ക് ചിക്കൻ പൊരിച്ചത് അതുപോലെ തന്നെ എന്താ പറയുക സോയാബീൻ പൊരിച്ചത് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം ചോറിൽ കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തി പത്തിരിയൊക്കെ എന്തെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ അങ്ങനെ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ കഴിക്കാം. അവനങ്ങനെ കറിയൊന്നും ഇപ്പോഴും കൂട്ടണില്ല. അവൻ അതൊക്കെ പണ്ട് കഴിച്ചിരുന്നു. ഇപ്പോൾ അവനങ്ങനൊന്നും കഴിക്കണില്ല. പിന്നെ അവന് നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു മാറിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അവൻ ആദ്യം സ്കൂളിൽ പോകുമ്പോൾ അവന് മുട്ട പാല് അതുപോലെ നേന്ത്രപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിച്ചിരുന്നത്. ഇപ്പം എൻ്റെ മുന്നേ അതൊന്നും കഴിക്കണില്ല. ഒന്നും കൂടി ഹെൽത്തിന് അതായിരുന്നു നല്ലത്. പക്ഷേ അവനിപ്പോൾ അതൊന്നും കഴിക്കണില്ല. പാലിന് മുട്ടയൊന്നും തീരെ ഇല്ല. എന്താ പറയുക ഇപ്പോൾ നേന്ത്രപ്പഴം നമുക്ക് എപ്പോഴേലൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് അവനക്കുള്ള സ്കൂളിലോട്ടുള്ള പഴം വാട്ടിയതാണ്. നെയ്യിലിട്ട് പഴം വാട്ടിയതും കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമ്പോൾ തീരെ സമ്മതിക്കാത്തൊരു ടാസ്ക് പണിയാണ് നമ്മൾ പൗഡർ ഇടാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. തീരെ സമ്മതിക്കില്ല കേട്ടോ. അവന് ടോട്ടും കിടന്നിട്ട് എൻ്റെ രണ്ടാമത്തോളം അങ്ങനെയല്ല കേട്ടോ. പൗഡറുള്ളൊക്കെ വാരി പൊത്തി മുഖത്തേക്ക് ഇടുകയെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പെർഫ്യൂം അടിച്ചു കൊടുത്തു. എൻ്റെ മോനക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആദമിൻ്റെ ഒരു കാര്യമുണ്ട് ഗൈസ്. കാരണം അവർക്ക് എത്ര മുടി ഇരി കൊടുത്താലും തീരെ ഇരിക്കില്ല. അവർക്ക് മുടി നെറ്റത്ത് ചുഴിയുള്ള കാരണം തന്നെ അവൻ്റെ മുടി എങ്ങനെ ഇരിക്കഴിഞ്ഞാലും ഫ്രണ്ടിലോട്ട് തന്നെ വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്ര മോഡലൊക്കെ എങ്ങനെ ആക്കി നോക്കിയാലും അവൻ്റെ മുടി നിൽക്കത്തില്ല. കാരണം അവന് ചുഴി നെറ്റത്താണ് ഉള്ളത് മുടിയുടെ. അങ്ങനെ നമ്മൾ ആദ്യം ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരണം. പിന്നെ എല്ലാ ബേബി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടോ. അതാണ് പിന്നെ മോള് പിന്നെ ഒന്ന് ചെറിയൊരു ചിരി തിരിച്ചന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ഷൂവും ഷോക്സും കൂടി ഇടണം കേട്ടോ. വണ്ടി 8:45 വരും. അപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമിനുള്ള ബാഗിൽ വാട്ടർ ബോട്ടിലും ലഞ്ചും ടിഫിനും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവനക്ക് ഇന്ന് ബുക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത് അവനക്ക് കുറച്ച് ബുക്കുകൾ ഇന്ന് കൊണ്ടുപോകണം. എല്ലാ ബുക്കല്ല, അവൻ കുറച്ച് ബുക്കുകൾ പിന്നെ അവിടെ മേടിച്ചു വെക്കുക ചെയ്യുക നോട്ട് ബുക്കുകളൊക്കെ. അപ്പോൾ ഇന്ന് അതൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗിൽ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ വണ്ടി ഫ്രണ്ടിൽ വരും. പിന്നെ ബാഗ് അവർ മേടിച്ചിട്ട് അവിടെ വെക്കുകയാണ്. ബാഗ് വെച്ചിട്ട് അങ്ങനെ കുട്ടി അങ്ങനെ ബാഗ് തൂക്കി പിടിച്ച് പോകേണ്ട കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ കുട്ടിക്ക്. അപ്പോൾ പിന്നെ ഷോക്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകാനും യാതൊരു മടിയില്ല കേട്ടോ. മാഷാ അല്ലാ അങ്ങനെ തുടക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ നമ്മളെ കൂടെ ഓസിലുണ്ട് കേട്ടോ സ്കൂളിൽ പോകാൻ ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്കിപ്പോൾ അവനോട് ഇപ്പോൾ അവനക്ക് ക്ലാസ് എടുത്ത് കൊടുക്കല പണി. രാവിലെ എണീറ്റാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് പറയും അത് പറയും വായിച്ചിട്ട് പോകാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഓസിൽ അത് ബാബിയോട് പറയും. അപ്പോൾ ബാബി ഇതെനിക്ക് എങ്ങനെ അറിയാം, എന്നോട് ഇക്കൊക്കെ പറഞ്ഞതാണ് മോമൊക്കെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം മൂപ്പരാൾ വലിയൊരു ഇക്കൊക്കെയാണ്. സ്കൂളിലും ഒരുമിച്ചിട്ട് ഒക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ കുട്ടി ഭയങ്കരമായിട്ട് ഇക്കൊക്കായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ എല്ലാ ബേബി ഇത് നോക്കി എന്നിട്ട് ഷൂവും ഷോക്സൊക്കെ ഇട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാബി കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ മോൾക്കും പോകണം എന്നിട്ട് അവർ കിടന്ന് എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട്. കടയിലേക്ക് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ മഴ പെയ്ത കാരണം തന്നെ റോട്ടിലൊക്കെ വെള്ളം ഇട്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഷൂവും ഷോക്സ് ഒക്കെ ഇട്ട് അവൻ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ വണ്ടിയും വന്നിട്ടോ. അവൻ്റെ വണ്ടി വന്നത് ടാറ്റാ ബബായി പറഞ്ഞിട്ട് പോകണമെന്ന് ബാഗൊന്ന് കുറച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദമും ടാറ്റാ ബബായി പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിലോട്ട് യാത്രയായി. അതുപോലെ തന്നെ ഞാനും ഇവിടുന്ന് പോകണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുവരേക്കും ബബായ്. അപ്പം ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ബൈ.